നമസ്കാരം. പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ബ്രൂസ് ഡയറിയുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും, സത്യസന്ധമായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റും. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സിനിമയാണല്ലോ നമ്മുടെ മുഖ്യ വിഷയം. ഞങ്ങളുടെ ജീവിതോപാധിയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗവും തന്നെയാണ് സിനിമ. മമ്മൂട്ടി സിനിമ അഭിനയിക്കാൻ വേണ്ടി എത്രയോ വർഷങ്ങളായി. ഞാനും ഒരു 10-25 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. മക്കൾ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ സിനിമ തന്നെയാണ് നമ്മുടെ ജീവിതോപാധിയും ജീവിതമാർഗവും. ഞങ്ങൾ ജീവിതം ഉണ്ടാക്കി തന്നതൊക്കെ സിനിമയാണെന്ന് തന്നെ പറയാം. അതാണ് എൻ്റെ ഒരു കറക്റ്റ് പറയുമ്പോൾ. അല്ല, നമ്മൾ അത്രയും പ്രശസ്തരാക്കുന്നത് നിങ്ങൾ എന്നെ അറിയുന്നതൊക്കെ സിനിമയിലൂടെയാണ്. അപ്പോൾ സിനിമ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. സിനിമ ഞങ്ങളെ എങ്ങനെ ആകർഷിച്ചു എന്നുള്ളതാണ്. ശരിക്കും സിനിമ ഞങ്ങളിലേക്ക് വന്നതല്ല, സിനിമയിലേക്ക് ഞങ്ങളങ്ങ് പ്രവേശിക്കുകയായിരുന്നു. ഒരു ഇടിച്ചു കയറലായിരുന്നു സിനിമയിലേക്ക്. ചെറിയ ബാല്യം മുതൽ പലപ്പോഴായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് കേൾക്കാത്തവർക്കും അറിയാത്തവർക്കും വേണ്ടി ഒരിക്കൽ കൂടി പറയുകയാണ്, കുറച്ചുകൂടി വിശദമായിട്ട് പറയാം. ഞങ്ങളുടെ നാട്ടിൽ സിനിമാ തിയേറ്റർ ഒരെണ്ണേ ഉള്ളൂ. ആ സിനിമാ തിയേറ്ററിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 3 കിലോമീറ്റർ നടക്കണം. അന്നൊന്നും ഈ വാഹന സൗകര്യം വലിയ കാര്യമായിട്ടില്ല. പാപ്പാക്കൊരു സൈക്കിളുണ്ട്. കാരണം ഞങ്ങളുടെ നാട്ടിൻപുറത്തേക്ക് സൈക്കിളല്ലാതെ വേറെ ഒരു വാഹനവും വരില്ല. അതുപോലത്തെ ഒരു കുഗ്രാമമാണ്. ഈ ഞാൻ പറഞ്ഞില്ല, തോടും പരമ്പും പാടവും കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഗ്രാമത്തിലാണ്. അപ്പോൾ അങ്ങോട്ടൊക്കെ ഇപ്പോൾ വാഹനം പോകുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തറവാട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിൽപ്പുണ്ട്. അത് ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തറവാടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇപ്പോൾ വണ്ടി കാറൊക്കെ പോകാറുണ്ട്. ഞങ്ങൾ കാറിൽ പോയാൽ അതുവഴിയൊക്കെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അന്ന് മാക്സിമം ഒരു സൈക്കിളിന് പോകാനുള്ള ഒരു നാട്ടുവഴി, ആ നാട്ടുവഴിയിലൂടെയാണ് സൈക്കിൾ സഞ്ചരിക്കുന്നത്. വാപ്പ സൈക്കിൾ ചവിട്ടുന്ന ആളായിരുന്നു. മാത്രമല്ല വാപ്പ നല്ലൊരു വോളിബോൾ പ്ലെയറായിരുന്നു. വാപ്പ ഫോട്ടോയിലൊക്കെ കണ്ടിരുന്ന 6 അടി 2 ഇഞ്ച് പൊക്കമുള്ള ഒരു മനുഷ്യനായിരുന്നു. വലിയ ഒരു പോലീസ് ലുക്കോ പട്ടാള ലുക്കോ ഒക്കെ ആയിരുന്നു വാപ്പ. ഭയങ്കര സുന്ദരനായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോഴാണ് നമ്മൾ ശരി വാപ്പ സുന്ദരനായിരുന്നു അല്ലെന്ന് നമ്മൾ ആലോചിക്കുന്നത്, മറ്റുള്ളവർ പറയുമ്പോഴാണ്. അപ്പോൾ ഒരുപാട് കൃഷിയും കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ല, കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. പക്ഷേ വാപ്പാക്ക് ആ സമയത്ത് ചെമ്പ് അങ്ങാടിയിൽ ബിസിനസ്സുണ്ട്. ഈ പറഞ്ഞ പോലെയുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൃഷിയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന വാപ്പ തന്നെയാണ്. അപ്പോൾ കൊയ്ത്തിൻ്റെ സമയം ഈ നെല്ല് വിത്ത് കെട്ടുന്നതും അതിന് പണിക്കാരൻ നിർത്തി ഞങ്ങളുടെ കുളത്തിൽ തന്നെയാണ് വിത്ത് കെട്ടിയത്. അതൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലിലാണ് അന്നൊക്കെ വിത്ത് കെട്ടുന്നത്. വലിയ ചൂരൽക്കൊട്ട ഉണ്ടാവും. വലിയ ചൂരൽക്കൊട്ടയിൽ നെല്ല് നിറച്ചിട്ട് നനച്ച് അതിൽ ഈ കൂവ എന്ന് പറയുന്ന സാധനമുണ്ട്. കൂവക്കിടെ ഇംഗ്ലീഷ് എന്താണ് എനിക്ക് ഓർമ്മ. കൂവയില കൊണ്ട് ഇങ്ങനെ മറച്ചിട്ട് വെച്ചിട്ട് 2 ദിവസം വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ അത് കിളിച്ച് വരുമ്പോൾ അത് കരയിലെടുത്ത് വെക്കും. എന്നിട്ട് അത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് വീട്ടിലൊരു അതിനൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഇത് കുടഞ്ഞിട്ടിട്ട് ഇതെല്ലാം വേർതിരിച്ചിട്ട് ഞങ്ങളുടെയൊക്കെ ജോലി അതാണ്. ഈ വിത്ത് പൊട്ടിച്ചിട്ട് അതിങ്ങനെ വേർതിരിച്ചെടുക്കുക. ഓരോ വിത്തും ഓരോ നെൽമണി ഓരോ വിത്താണല്ലോ. അപ്പോൾ അത് വിതയ്ക്കാൻ വേണ്ടി ചന്തുരൂരിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ 2 ഇതിൽ, അതായത് ഏനാദിയിൽ വിതയ്ക്കാനുള്ള മുണ്ടകൻ്റെ വിത്തും ചന്തുരൂർ വിതയ്ക്കാനുള്ള മറ്റേ ചെട്ടിവിരിപ്പിൻ്റെ വിത്തും കെട്ടിവെക്കും. ഞങ്ങൾ പിള്ളേരെല്ലാം കൂടി ഈ വിത്ത് പൊട്ടിക്കുമ്പോൾ ഒരു വേവ് മണം, ആവി മണം, ഒരു പ്രത്യേക മണമൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട് കേട്ടോ, ആ മണമൊക്കെ. വിത്ത് പൊട്ടിക്കുമ്പോഴുള്ള മണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിതയ്ക്കുന്നത് അതിപ്പോൾ അതങ്ങനെ. അപ്പോൾ വാപ്പാക്ക് അവിടെ കച്ചവടമുള്ള സമയത്ത് ഞങ്ങൾ സിനിമ കാണാൻ കൊണ്ടുപോകുക എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ട് വാപ്പ ഞങ്ങളന്ന് സിനിമ കാണിക്കാനൊക്കെ കൊണ്ടുപോയി എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരവൊന്നുമില്ല. വളരെ ഓർത്തഡോക്സായിട്ട് വളരെ മതപരമായിട്ട് പഠിക്കുകയും ജീവിക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്, കുടുംബമാണ് ഞങ്ങളുടെ. പക്ഷേ ആ കുടുംബത്തിൽ നിന്നും ഈ സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക്, ആ ഒരു മാധ്യമത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ വാപ്പാക്ക് എന്തോ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. വാപ്പ ഞങ്ങൾ സിനിമ കാണിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ 3 പേരാ. ഞാൻ, ഏട്ടൻ, എൻ്റെ മൂത്ത പെങ്ങൾ. അവളിപ്പോൾ ജീവിച്ചിരിപ്പില്ല, മരണപ്പെട്ടു പോയി. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. അതൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് വിഷമമാവും, ഫീലിംഗ് ആവും. അതുകൊണ്ട് സങ്കടകരമായ വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. ഇപ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ അങ്ങനെ സിനിമ കാണാൻ കൊണ്ടുപോകും. സിനിമ കാണാൻ പോകുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സെലക്റ്റഡ് സിനിമകളാണ്. പ്രത്യേകിച്ച് അന്നൊക്കെ കുടുംബത്തിനോടൊത്ത് കാണാൻ പറ്റുന്ന സിനിമകളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഈ പറഞ്ഞ പോലെ രാമായണത്തിലെ സീതയുടെ കഥയായിരുന്നു അത്. പിന്നെ കുട്ടിക്കുപ്പായ എന്ന് പറയുന്നൊരു മുസ്ലിം സബ്ജക്റ്റായിരുന്നു. തങ്കക്കുടം എന്ന് പറയുന്ന അങ്ങനെ സുബൈദ, അങ്ങനെ സിനിമയുടെ ആദ്യ കിരണങ്ങൾ സത്യൻ നസീർ ഒക്കെ അഭിനയിച്ച, KR വിജയൊക്കെ അഭിനയിച്ച നല്ല നല്ല പാട്ടുകളൊക്കെ ഉള്ള സിനിമ ആദ്യ കിരണങ്ങൾ. സത്യൻ മധുസാറാണെന്നോ പറഞ്ഞില്ല, നസീർ സാറില്ല, ആദ്യ കിരണങ്ങൾ മധുസാർ. ആ സിനിമ. പിന്നെ മണവാട്ടി എന്ന് പറയുന്ന സിനിമ നസീർ സാറിൻ്റെ സിനിമകൾ, സത്യൻ സാർ. അങ്ങനെ സിനിമാ നടന്മാരും
സിനിമയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഇങ്ങനെ ഞങ്ങളറിയാതെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി വരികയായിരുന്നു. അപ്പോൾ അന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സിനിമ മാറുമ്പോഴും നാട്ടിൻപുറമാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാട്ടിൻപുറമാണ്. നാട്ടിൻപുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പലചരക്കട ഉണ്ടാവും, ഒരു ചായക്കട ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സൈക്കിൾ കട ഉണ്ടാവും, ഒരു തേപ്പ് കട, തുണി തേക്കുന്ന ഒരു കടയുണ്ടാവും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ചായക്കടകളിലും അതായത് ഈ ചായക്കടകളിൽ അല്ലെങ്കിൽ ഈ പലചരക്ക് കടയിലൊക്കെ ഈ സിനിമയുടെ ഒരു ബോർഡ് വെക്കും. സിനിമയുടെ പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരസ്യം വയ്ക്കാൻ വേണ്ടി ഒരു ബോർഡ്, ഒരു സിംഗിൾ ഷീറ്റ് പോസ്റ്റർ ആയിരിക്കും ഒട്ടിക്കുക. ഒരു 20-40 അങ്ങനെ ഒന്നൊരു പോസ്റ്റർ, അതിൻ്റെ കണക്ക് അങ്ങനെ പറയും. ആ പോസ്റ്റർ ഒട്ടിക്കും. അപ്പോൾ ഈ ചായക്കടയിലോ അല്ലെങ്കിൽ ഈ പലചരക്കടയിലോ ഈ പോസ്റ്റർ വെക്കുന്നതിന് അവർക്കൊരു പാസ്സുണ്ട്. അപ്പോൾ അതിൽ ഒരാൾക്ക് ഒരു സിനിമ ഫ്രീ ആയിട്ട് കാണാം ഈ പാസ്സും കൊണ്ടുപോയാൽ. അങ്ങനെയാണ് അതിൻ്റെ ഒരു പേയ്മെൻ്റ് എന്ന് പറയുന്നത്, അതാണ്. അപ്പോൾ വ്യാഴാഴ്ച സിനിമ മാറുന്ന ദിവസം, ഇപ്പോൾ വെള്ളിയാഴ്ച ആണല്ലോ അന്നും ഇന്നും എന്നും ഇപ്പോൾ വെള്ളിയാഴ്ചയാണ് സിനിമ മാറും. അപ്പോൾ ഈ സിനിമ തീരുന്നത് വ്യാഴാഴ്ച ദിവസം സെക്കൻഡ് ഷോയ്ക്ക് ഫ്രീ ആയിട്ട് ഒരാൾക്ക് സിനിമ ആണ് ഈ പാസ്സും കൊണ്ടുപോയാൽ. നമ്മൾ പാസ്സും മേടിക്കാറുണ്ട്, നമ്മൾ അവരുടെ പാസ്സും കൊണ്ട് അവർ പോയ സിനിമയാണ്, നമ്മൾ കാശ് കൊടുത്താണ് സിനിമ. നമ്മൾ കാശ് കൊടുക്കില്ല, വാപ്പ ടിക്കറ്റ് എടുത്തിട്ടാണ് സിനിമ. അപ്പോൾ സിനിമ കാണാമെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ വാപ്പ പറയും ഇന്ന് സിനിമ കാണാൻ പോകണമെന്ന്. നമ്മളങ്ങോട്ട് പറയുന്നതിനേക്കാളും വാപ്പ എല്ലാവരും ഒന്ന് റെഡിയാക്കിയോ സിനിമക്ക് പോയാൽ, സിനിമ ഒരു വൈകുന്നേരം ആകുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് അങ്ങാടിയിലേക്ക് വന്നാൽ മതി. അപ്പോൾ ഏത് സിനിമ കാണാൻ പോകുന്നു എന്നൊന്നും ഞങ്ങൾക്കൊരു ധാരണയില്ല. വാപ്പ പറയും ഇന്ന് നിങ്ങൾ സിനിമ കാണാൻ പോകാം, നിങ്ങൾ വൈകുന്നേരം മാർക്കറ്റിലേക്ക് അങ്ങാടിയിലേക്ക് വന്നാൽ മതി, എന്നിട്ട് നേരെ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ പോകും. അങ്ങനെ പോകുന്നതിന് വാപ്പ 2 പേരെ എക്സ്ട്രാ കൊണ്ടുവരും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു പുരുഷൻ ചേട്ടനും തങ്കപ്പൻ ചേട്ടനും, ഒരു ചേട്ടനും ഞാനും, ഇവർ 2 പേരെയും കൂടി സിനിമ കാണാൻ വാപ്പ കൊണ്ടുവരും. ഇത് കൊണ്ടുവരുന്നതിന് പിന്നില്ല ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെറിയ മക്കളല്ലേ, ഒന്നാമത് 3 കിലോമീറ്റർ അങ്ങോട്ടും ഞാൻ പറഞ്ഞ നേരത്തെ വാഹന സൗകര്യമൊന്നുമില്ല, ബസ്സിനൊന്നും പോക്ക് നടക്കില്ലാന്ന് തോന്നുന്നു, ടാക്സി ഒന്നുമില്ല, ഞങ്ങളുടെ നാട്ടിൽ ടാക്സിയേ ഇല്ലെന്ന് തോന്നുന്നു. അത് ഇത്ര വർഷം മുമ്പുള്ള കഥയാണ്. ഒക്കെ ഗ്രാമമല്ലേ. അപ്പോൾ ഒരു കോട്ടയം എറണാകുളം റോഡുണ്ട്. ആ റോഡ് ചെറിയ റോഡ്, ഇപ്പോഴത്തെ വലിയ റോഡായി. ഒരു ബസ്സിനോ ഒരു വണ്ടിക്കോ വല്ലപ്പോഴും ബസ്സോ വണ്ടിയോ വന്നാലേ അത്ര ഉള്ളൂ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇവർ 2 പേരും കൊണ്ടുവന്ന് വെച്ചാൽ ഞങ്ങൾ ചെറിയ മക്കളാണല്ലോ, ഈ സിനിമ കണ്ട് കഴിയുമ്പോൾ മിക്കവാറും ആരെങ്കിലുമൊക്കെ അതിൽ നിന്ന് ഉറങ്ങിപ്പോവും. ഒരുപക്ഷെ ഇച്ചാക്ക ഉറങ്ങില്ല, എന്നാലും ഞങ്ങൾ താഴോട്ടുള്ള 2 പേരിൽ ആരെങ്കിലുമൊക്കെ ഉറങ്ങിപ്പോകും. അപ്പോൾ ഈ ഉറങ്ങിപ്പോയാൽ അവരെ എടുത്തുകൊണ്ട് വരാനൊരു ആളുകളൊന്നുമില്ല, നടത്തിക്കൊച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് അപ്പോൾ ഈ 2 പേര് പ്രത്യേകം ടിക്കറ്റ് എടുത്ത് സിനിമ കൊണ്ടുപോകുന്നത്. അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ. പുരുഷൻ, ഞാൻ വേറൊരു വീഡിയോയിൽ ഈ പുരുഷൻ ചേട്ടനെ കാണിച്ചായിരുന്നു. അപ്പോൾ അവരാണ് ഞങ്ങളന്ന് സിനിമ കാണിക്കാൻ കൊണ്ടുവരുന്നത്. അന്ന് ഈ സിനിമ കാണുമ്പോഴുള്ള ആ അത്ഭുതം, അത് നമുക്ക് വാപ്പ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ നമ്മളെ കൊണ്ടേ കാണിക്കുന്ന ഒരു കാഴ്ച. ആ കാഴ്ചയിലേക്ക് ഞങ്ങൾ ആകൃഷ്ടരാകുകയായിരുന്നു. അതിൻ്റെ ഓരോ ഫ്രെയിമും അതിൻ്റെ ഓരോ ടെക്നോളജികളും ഇതറിയാനുള്ള. കാരണം എങ്ങനെയാണ് ക്ലോസപ്പ് എടുക്കുന്നത്, എങ്ങനെയാണ് ആളുകൾ ഈ സിനിമയിൽ കരയുന്നത്, എവിടെ നിന്നാണ് ഇതിൻ്റെ ശബ്ദം വരുന്നത്, എവിടെ നിന്നാണ് ഇതിൻ്റെ പാട്ട് വരുന്നത്, ആരാണ് പാടുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ അന്നൊക്കെയുള്ള ധാരണ, കുഞ്ഞു മനസ്സിലുള്ള ധാരണ, ഇതിൻ്റെ പുറകിൽ ആളുകളിൽ നിന്ന് പറയുന്നു, ആളുകളിൽ നിന്ന് പാടുന്നു എന്നൊക്കെ നമ്മുടെ ധാരണ. ഈ സ്ക്രീനിൻ്റെ പിന്നിൽ ആളുകളൊക്കെ നിരന്നിരിക്കുന്നുണ്ടെന്നാണ് നമ്മുടെ ധാരണ. അതൊക്കെ മാറിയത് എത്ര കാലങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ അന്നും മനസ്സിൽ ഈ സിനിമ പ്രദർശനം, ആ അത്ഭുതം നമ്മുടെ വീട്ടിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നൊക്കെ ചിന്തിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ സിനിമാ തിയേറ്ററിൽ സിനിമ കാണാൻ വരുമ്പോൾ ഞങ്ങളെ പ്രത്യേകം പരിഗണിക്കുന്ന, കാരണം പാണവറമ്പിൽ മുഹമ്മദ് കുട്ടി മേത്തരുടെ മകൻ ഇസ്മായിൽ കുട്ടി മേത്തരുടെ മക്കളാണ് സിനിമ കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പരിഗണന വേണ്ടിയായി. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊന്നും എടുക്കില്ല. ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ മാനേജറോ അല്ലെങ്കിൽ ആ ഗേറ്റ് കീപ്പറോ ഒക്കെ ഉണ്ടാവും. അയാൾ വന്നിട്ട് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയി ഏറ്റവും ബാക്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ഞങ്ങളെ കൊണ്ടിരുന്നത്. അത് 3 ക്ലാസ്സാണ്. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, പിന്നെ ബെഞ്ച്. അപ്പോൾ ബെഞ്ചിനാണ് 30 പൈസയേ ഉള്ളൂ. 30 പൈസ കൊടുത്താലോ ടിക്കറ്റ് ബെഞ്ചിന് കിട്ടും. ഫസ്റ്റ് ക്ലാസ്സിന് ഇരിക്കാനായിട്ട് നമുക്ക് 50 പൈസ 60 പൈസയൊക്കെ ഉള്ളൂ. ആ പൈസ കണക്കാണ് നമുക്ക്. അതൊക്കെ എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് വരിക. അപ്പോൾ അവിടെ നിന്ന് സിനിമ കാണും. സിനിമ തുടങ്ങിക്കഴിഞ്ഞായിരിക്കും വാപ്പ വരിക. വാപ്പ ഞങ്ങളുടെ കൂടെ സിനിമ കാണും. സിനിമ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പതുക്കെ വർത്തമാനം പറഞ്ഞപ്പോൾ കഥ പറഞ്ഞു. സിനിമയുടെ കഥകളൊക്കെ തന്നെ, സിനിമയിൽ നടന്ന സംഭവങ്ങൾ, അതിലെ വാചകങ്ങൾ, ഡയലോഗുകൾ, പാട്ട്, ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വരും. ഇതിൽ ആരെങ്കിലും ഉറങ്ങിപ്പോയാൽ അവരെ ഇവർ എടുത്തുകൊണ്ട് വരികയും ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു, നേരത്തെ നാട്ടിൻപുറത്ത് ഓരോ കടകളിലൊക്കെ ഇങ്ങനെ പോസ്റ്റർ വെക്കും. അത് 2-3 പോസ്റ്റർ, ഒരു ചായക്കടയിൽ ഒരു പോസ്റ്റർ ഉണ്ടാവും, ഒരു പലചരക്കടയിൽ ഒരു പോസ്റ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ കട, മുറുക്കാൻ കട ഉണ്ടെങ്കിൽ അവിടെ ഒരു പോസ്റ്റർ ഉണ്ടാവും. അവർക്കൊക്കെ പാസും കൊടുക്കും. അപ്പോൾ ഇത് സിനിമ മാറുന്നതിനനുസരിച്ച് സിനിമ ചെണ്ട കൊട്ടിക്കൊണ്ടുവരും. അതായത് ഒരാൾ ചെണ്ട ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും. അയാളുടെ ചെണ്ടയുടെ ഈ കയറില്ലേ, ചെണ്ട മുറുക്കട കയറുണ്ടാവും, കയറിൽ ആ ചാട്ടിൻ്റെ ഇങ്ങനെ ടിക്കറ്റ് ഈ നോട്ടീസ് ഇങ്ങനെ തിരികെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റർ, അതായത് ഒരു പട്ടിക കഷ്ണത്തിൽ ഒരു ബോർഡ് ഉണ്ടാക്കിയിട്ട് ആ ബോർഡിൽ വെച്ചിട്ടൊരു പോസ്റ്റർ ഉണ്ടാകും. ആ പോസ്റ്റർ പിടിച്ചുകൊണ്ട് ഒരാൾ തോളയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് അയാളിങ്ങനെ വരും. അതിൻ്റെ കൂടെ ഇയാൾ ചെണ്ട കൊട്ടിക്കൊണ്ടുവരും. ഈ വരുന്നവർക്ക് ഈ ചെണ്ടക്കാരൻ തന്നെ നോട്ടീസ് ഇങ്ങനെ എടുത്തെടുത്ത് കൊടുക്കും.
അപ്പോൾ ഈ നോട്ടീസ് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. കാരണം ഞങ്ങൾക്ക് വീടിൻ്റെ ഇവിടെ നിന്നാൽ ഞങ്ങളുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ പാടവരമ്പത്തൂടി ഇവരിങ്ങനെ ചെണ്ട പൊട്ടിക്കൊണ്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ അവർ വരുമ്പോഴേ ഞങ്ങൾ ഇറങ്ങി ഓടാൻ തുടങ്ങും. എല്ലാവരും ഓടി ചെന്ന് ഓരോരുത്തർക്കും ഓരോ നോട്ടീസ് കിട്ടണമെന്നുള്ള ആഗ്രഹത്തിലാണ് പോകണം. പക്ഷേ അയാൾ ഒരു വീട്ടിലേക്ക് ഒരു നോട്ടീസ് തരുള്ളൂ. ഞങ്ങൾ 3 പേര് ചെന്നാൽ 3 പേർ കൂടെ ഒരു നോട്ടീസ് തരുള്ളൂ. അപ്പോൾ ആ നോട്ടീസ് മേടിച്ചിട്ട് അതിൻ്റെ കഥാസാരം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാവും. സിനിമയുടെ കഥ ഇങ്ങനെ ഉണ്ടാവും. അതിൻ്റെ ഫ്രണ്ട് പേജിൽ ഇതിൽ അഭിനയിക്കുന്ന ആൾക്കാരുടെ കുറച്ച് ഫോട്ടോയും അഭിനയിക്കുന്ന ആൾക്കാരുടെ പേര്, സംവിധായകൻ്റെ പേര്, ഡിസ്ട്രിബ്യൂട്ടറുടെ പേര്, കമ്പനിയുടെ പേര്, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇത്രാം തീയതി മുതൽ ശനി ഞായർ മാറ്റിനി അങ്ങനെയൊക്കെയാണ്. ശനി ഞായർ മാറ്റിനി ഇല്ല, ഞായർ മാറ്റിനി ഒരു മാറ്റിനി ഉണ്ടായിരുന്നുള്ളൂ. അന്നൊക്കെ ഞായറാഴ്ച മാത്രമേ 3 മണിക്കുള്ള ഷോ ഉണ്ടായിരുന്നു. പിന്നെ 2 ഷോ, ദിവസേന 2 കളികൾ, ഞായർ മാറ്റിനി, അങ്ങനെയാണ് എഴുതി വെക്കുക. പിന്നെ ഇതിൻ്റെ കഥാസാരം ഉണ്ടാവും ബാക്കിലെ കഥാസാരം. കുറേ കഥകളിങ്ങനെ വന്നിട്ട് ശേഷം വെള്ളിത്തിരയിൽ എന്നൊരു ഏറ്റവും അടിയിൽ എഴുതി വെക്കണം. അതാണ് ശേഷം വെള്ളിത്തിരയിൽ, അതായത് സിൽവർ സ്ക്രീനിൽ കാണാവുന്ന ഈ നോട്ടീസുകൾ ഞങ്ങളിങ്ങനെ ശേഖരിച്ച് വെക്കും, ഓരോ സിനിമയുടെ നോട്ടീസ്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ മതിലുണ്ടല്ലോ, മതിലിൻ്റെ നമ്മൾ ഒരൊറ്റ മതിലിങ്ങനെ നീളത്തിലിടാവും. കുറേ മതിൽ, പിന്നെ ഒരു മതിൽ, അങ്ങനെ ഒരു കാലിൽ. അപ്പോൾ ഈ ഒരു മതിലിൻ്റെ കാലിൽ ഞങ്ങൾ ഈ നോട്ടീസ് ഒട്ടിച്ച് വെക്കും. അപ്പോൾ ഞങ്ങൾ അത്രമാത്രം ആകർഷണമുണ്ട് സിനിമകൾ. ഈ നോട്ടീസ് ഒരെണ്ണം നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ട് നമ്മൾ രാത്രിയാകുമ്പോൾ എടുത്ത് വീട്ടിൽ കൊണ്ട് വെക്കും. കാരണം ആരെങ്കിലും പൊളിച്ചുകൊണ്ട് പോയി കിടന്നുള്ള പേടി കൊണ്ട് അത് സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. എന്നിട്ട് ഈ നോട്ടീസുകളെല്ലാം ഇങ്ങനെ ശേഖരിച്ച് വെക്കും. നോട്ടീസ് ശേഖരിച്ച് വെക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോട്ടീസുകൾ തമ്മിൽ കൂട്ടി ഒട്ടിക്കും. അന്ന് പശയൊന്നുമില്ലല്ലോ, ചോറ് വെച്ചാൽ ഒട്ടിക്കും. ഈ നോട്ടീസിൻ്റെ ഒരു നോട്ടീസ് ചതുരത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ ചോറ് തേച്ചിട്ട് മറ്റേ നോട്ടീസിൽ ഒട്ടിച്ച് വെക്കും. ചുട്ടി വലിയ മാല പോലെ ആവും. എന്നിട്ട് ഇത് ചുരുട്ടി നമ്മൾ ഒരു ഭാഗത്ത് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും സിനിമയുടെ നോട്ടീസുകൾ. അപ്പോൾ അന്നത്തെ സിനിമകൾ, തമിഴ് സിനിമകൾ, എന്തെല്ലാം സിനിമകളാണെന്ന് വന്നിട്ടുള്ളത്, എത്ര സിനിമകളാണ് കണ്ടിട്ടുള്ളത്. ഈ വാപ്പ ഞങ്ങൾ സിനിമ കൊണ്ടുപോയി കൂടാതെ പിന്നെ ഞങ്ങൾ തനിച്ച് സിനിമ കാണാൻ പോകാനായി തുടങ്ങിയ സമയത്ത് ഞങ്ങൾ തനിച്ച് പോയി കണ്ട എത്ര സിനിമകൾ, എല്ലാം ഈ തമിഴ്, മലയാളം അതാണ് വരിക. മറ്റുള്ള ഭാഷാ ചിത്രങ്ങളൊന്നും അങ്ങനെ നാട്ടിൻപുറത്ത് വരില്ല. പിന്നെ ഈ വന്നുപോയ സിനിമകൾ, പഴയ സിനിമകൾ പുതിയ കോപ്പി എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ ഈ റിലീസ് എന്ന് പറയുന്നത് അതുപോലെ പുതിയ കോപ്പി എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ പുതിയ കോപ്പി എന്ന് പറഞ്ഞിട്ട് പുതിയ കോപ്പിയൊന്നും ആയിരിക്കില്ല, പഴയ കോപ്പി തന്നെ ആയിരിക്കും കൊണ്ടുവന്നെ, പഴയ ഫിലിം തന്നെ ആയിരിക്കും. ഇടക്കിടക്ക് പൊട്ടിയും പൊളിഞ്ഞൊക്കെ പോകും. പക്ഷേ എന്നാലും അതിങ്ങനെ ആസ്വദിക്കും. അന്നത്തെ തിയേറ്ററിൻ്റെ സൗകര്യങ്ങൾ മനസ്സിലാക്കുക. തറ ടിക്കറ്റുണ്ട്, നിലത്തിരുന്ന് കാണുന്ന, മണ്ണിലിരുന്ന് സിനിമ കാണുന്ന ഒരു സീറ്റുണ്ട്, ബെഞ്ചിലിരുന്ന് കാണുന്നുണ്ട്. പിന്നെ കസേര എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീളം കസേരയിൽ ഒരു 10 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു വലിയ കസേര, പുറകിൽ ഏറ്റവും മരക്കസേര, കുറച്ച് ഈ സാധാരണ കസേര അത്ര. അപ്പോൾ അന്ന് എങ്ങനെ സിനിമയിലോട്ട് ഞങ്ങൾ ആകർഷിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ പിന്നെ ഇച്ചാക്ക സിനിമയിലേക്ക് വരുന്നത് ഇത് തന്നെയായിരുന്നു. ഈ സിനിമയോടുള്ള ഒരു ആകർഷണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ടെക്നോളജി, എങ്ങനെ ഈ സിനിമ ഉണ്ടാവുന്നു, എങ്ങനെ അത് പ്രദർശിപ്പിക്കുന്നു, എങ്ങനെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ സിനിമാ തിയേറ്ററിൽ ഈ പറഞ്ഞല്ലോ, ഈ ഓപ്പറേറ്ററുമായിട്ടും മാനേജറുമായിട്ടൊക്കെ വാപ്പാക്ക് പരിചയമുള്ളതുകൊണ്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് കളയുന്ന ഫിലിം ഉണ്ടാവും. ഈ ഫിലിം പൊട്ടിപ്പോകും, ചിലപ്പോൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ. ഈ മറ്റേ ഇതിൽ കിടന്ന് കറങ്ങിയിട്ടാണല്ലോ ഫിലിം പ്രൊജക്ടറിലേക്ക് കയറ്റി വിടുമ്പോൾ ഫിലിം ഇടയ്ക്ക് പൊട്ടിപ്പോകുമ്പോൾ ഇവർ ആ ഭാഗം കട്ട് ചെയ്തിട്ട് ഒരു സാധനം വെച്ച്, ഒരു സൊല്യൂഷൻ വെച്ചിട്ടാണ് ഒട്ടിക്കുക. അപ്പോൾ കട്ട് ചെയ്ത് വിടുന്ന ഫിലിം ഞങ്ങൾക്ക് തരും. അപ്പോൾ ഒരു ഫിലിം നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ ആ ഫിലിമിൽ കുറേ സീൻസ് സെയിം ഇത് തന്നെ ആയിരിക്കും. എന്നിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ഒരു ടോർച്ച് വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ഒരു ലെൻസ് വെക്കും. ലെൻസ് വെച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഫിലിം വെച്ചിട്ട് ഭിത്തിയിലേക്ക് ഇങ്ങനെ കാണിച്ചാൽ ഒരുവിധം വലുപ്പത്തിൽ ഇത് കാണാൻ പറ്റും. ചലിക്കുന്ന സിനിമയല്ല, പക്ഷേ ഈ സ്റ്റില്ല് കാണാൻ പറ്റും. നമ്മൾ പണ്ട് ഉത്സവപ്പറമ്പിൽ പോകുമ്പോൾ ഈ ഒരു ഭൂതക്കണ്ണാടി എന്നതിന് പറയുക, ഭൂതക്കണ്ണാടി മേടിക്കും. ഇങ്ങനെ നോക്കുമ്പോൾ അതിനകത്ത് ഫിലിം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഓരോ ഫിലിം ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ആ ഫിലിം മാറ്റി അടുത്ത ഫിലിമാണ്. അപ്പോൾ കുറച്ച് വലിപ്പത്തിൽ ഇങ്ങനെ നമുക്ക് കാണാം. അതിൻ്റെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള കാണാൻ പറ്റും ഫിലിമിൻ്റെ. അതിന് ശേഷം വന്നിട്ട് വേറൊരു ഇത് വന്നു, ഒരു ഭൂതക്കണ്ണാടി. അതിങ്ങനെ നമ്മൾ സൈഡിൽ പിടിച്ച് നെക്കി കഴിഞ്ഞാൽ റൗണ്ടിലുള്ള ഒരു ഫിലിം, ഒരു റൗണ്ടിലുള്ള സംഭവം, കടലാസം കൊണ്ടുള്ള കട്ടി പേസ് പടം എന്ന് പറയുന്നത്, ഈ പേസ് പടമില്ലേ, അതിനകത്ത് ഇങ്ങനെ ഫിലിം ഉണ്ടാവും. അതിങ്ങനെ ടിക്കെന്ന് നെക്കി കഴിയുമ്പോൾ മാറി വരും. അതൊക്കെ ഭയങ്കര അത്ഭുതങ്ങളാണ്. ഉത്സവത്തിന് പോയി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം മേടിക്കുന്നത് ഭൂതക്കണ്ണാടി, സിനിമ കാണാനുള്ള ഭൂതക്കണ്ണാടി. അതിൻ്റെ കൂടെ തന്നെ ഒരു 8-10 ഫിലിമും ഉണ്ടാവും. പിന്നെ നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ മേടിച്ചിട്ടൊക്കെ കാണും. അങ്ങനെ സിനിമ നമ്മുടെ ജീവിതത്തിൽ ഒരു അഭിവാജ്യ ഘടകമായി അങ്ങനെ മാറുകയായിരുന്നു. പതുക്കെ സിനിമ ഞങ്ങളിലേക്ക് എത്തി. ആ കുഗ്രാമത്തിൽ നിന്ന്, അതായത് ഈ കായലോര പ്രദേശത്ത് നിന്ന് ഞങ്ങൾ സിനിമയുടെ ഈ വെള്ളി വെളിച്ചത്തിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ടെങ്കിൽ ആ സിനിമയോടുള്ള ഞങ്ങളുടെ അഭിനിവേശമായിരുന്നു, ഞങ്ങളുടെ സ്നേഹമായിരുന്നു, ഞങ്ങളുടെ ഇഷ്ടമായിരുന്നു, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു സിനിമ. ഇപ്പോഴും സിനിമ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ?
ഇനി എത്ര കിടക്കുന്നു? അടുത്ത വ്ളോഗിൽ പറയാം. പോരെ? അപ്പോൾ കാണാം.